ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാഠശാലയും വിനോദങ്ങളും. അയൽപ്പക്കത്തെ കുട്ടികൾ സാധാരണത്തെ പോലെ ആവലാതിയുമായിട്ട് സച്ചി ഗൃഹാങ്കണത്തിൽ വന്ന് വിളിച്ചുകൂവി. സച്ചി മാതാ, സച്ചി മാതാ. എന്താ മക്കളെ, നിമായി എവിടെ? എന്തു ചെയ്തു അവൻ? സച്ചിദേവിക്ക് എന്നും നിമായിയെ കൊണ്ട് സ്വൈര്യമില്ല. ആ എച്ചിലായ വൃത്തികെട്ട മൺപാത്ര കഷ്ണങ്ങളുടെ കൂമ്പാരമില്ലേ, അതിൻ്റെ മുകളിൽ പോയി ദേഷ്യപ്പെട്ട് കുത്തിയിരിക്കുകയാണ് നിമായി. കുട്ടികൾ കൈ ചൂണ്ടിക്കാണിച്ചു. ബംഗാളിൽ മൺപാത്രങ്ങളിലാണ് വീടുകളിൽ നൈവേദ്യം സമർപ്പിക്കുക. ഒരു പ്രാവശ്യം വെച്ചാൽ അത് വലിച്ചെറിയും, കഴുകാറില്ല. അത് വൃത്തികെട്ട സ്ഥലമല്ലേ മക്കളെ? അതിലൊക്കെ അപ്പടി കരിയും. എന്തിനാണ് അവൻ അതിന്മേൽ കയറിയിരിക്കുന്നത്? സ്ഥലത്തെത്തിയിട്ട് നിമായിയെ അവർ ശകാരിച്ചു. വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലേ നിനക്കിരിക്കാൻ? എന്ത് അഹമ്മതിയാണ് നീ ഈ കാണിക്കുന്നത് നിമായി? വേഗം ഇറങ്ങി വാ. വേഗം വരാനാ ഞാൻ പറഞ്ഞത്. നിമായി എതിർദിശയിലേക്ക് നോക്കിയിരിപ്പാണ്, നിശ്ചലൻ. മുഖം തിരിക്കുന്നേയില്ല. അടുത്ത വീട്ടുകാരെല്ലാം വന്നെത്തി. നിമായിയെ ആശ്വസിപ്പിക്കുന്നു. വന്നവർ ചോദിച്ചു, ഇതെന്ത് പറ്റി? ഇവൻ ഇത്രയും ദുർവാശി കാണിക്കുകയുണ്ടായിട്ടില്ലല്ലോ. അവർ അവനെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. സച്ചിദേവി എല്ലാവരെയും കണ്ട് മനപ്രയാസത്തോടെ വീണ്ടും ശാസിച്ചു. ചീഞ്ഞു നാർന്ന എച്ചിലും കരിയും കാക്കയും പട്ടിയുമൊക്കെ കൊത്തിവലിച്ച് കടിപിടികൂടുന്ന ഈ സ്ഥലത്താണോ നീ വന്നിരിക്കുന്നത്? ശുദ്ധവും അശുദ്ധവും വേർതിരിച്ചറിയാറായില്ലേ ഇനിയും ഇവന്? ഇറങ്ങി വാ മോനെ നിമായി. നിമായി, അമ്മ ദൈന്യതയിൽ അഭ്യർത്ഥിച്ചു. നിമായി പെട്ടെന്ന് അമ്മയെ തറച്ചു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ വിദ്യ അഭ്യസിപ്പിക്കാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്ക്. അതിനാൽ ഞാൻ എവിടെ ഇരുന്നാൽ എന്താണ്? കാക്കകൾക്കും പട്ടികൾക്കുമുള്ള സ്ഥലമാണ് ഇനി മുതൽ എനിക്കും അനുയോജ്യം. മനസ്സിലായോ? എന്നിട്ട് പെട്ടെന്ന് അവൻ മുഖം വെട്ടിച്ചു. അയൽപ്പക്കക്കാർ സാന്ത്വനപ്പെടുത്തി. പോട്ടെ മോനെ, ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കാം. നിമായ ഒന്നിറങ്ങി വാ. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുമോ? ഇവനാണെങ്കിൽ പഠിപ്പിൽ അതികേമൻ. കഷ്ടം. ഇവൻ്റെ അച്ഛനോട് ഞങ്ങൾ തന്നെ പറയാമെന്ന്. നിമായി പരിഹാസത്തോടെ എന്നാൽ ഗംഭീരസ്വരത്തിൽ അമ്മയെ അഭിസംബോധന ചെയ്തു. എല്ലാറ്റിലും ഏകത്വം കാണണം അമ്മേ. ഭഗവാന്റെ സൃഷ്ടിയിൽ യാതൊന്നും അശുദ്ധമുള്ളതായിട്ടില്ല. അപവിത്രത വെറും ലൗകിക ധാരണ മാത്രം. ദ്രവ്യമായാലും സ്ഥലമായാലും ഈ ഞാൻ തൊട്ടുകഴിഞ്ഞാൽ എല്ലാം പവിത്രമെന്നറിയുക അമ്മേ. ഗംഗയും മറ്റു തീർത്ഥങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നിലാണ്. വൈഷ്ണവ സേവാർത്ഥപൂരിതങ്ങളായ ഈ കലശകഷ്ണങ്ങൾ ഒരിക്കലും അശുദ്ധി തീണ്ടിയില്ല. അമ്മയുടെ ഈ നിമായി ഒരിക്കലും ഭൗതികതയുടെ ഭാഗമല്ല എന്നറിയുക. അതിനാൽ അവനിരിക്കുന്നയിടം പരിപാവനമായി തീരുന്നു. ആർക്കും ഈ വാക്കുകളുടെ ആശയഗാംഭീര്യം അത്രയ്ക്ക് പിടികിട്ടിയില്ല. വെറും വാശിയുടെ പിള്ളസ്വരമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ആ ഗ്രാമീണരുടെ നിസ്സഹായതയിൽ ദയ തോന്നിയിട്ടാവണം ബാലവേഷം ചമഞ്ഞിരിക്കുന്ന ആ ഗൗരാംഗൻ അല്പം പുഞ്ചിരി പൂണ്ടു. ഇറങ്ങി വരാൻ സച്ചിദേവി ശഠിച്ചു നിന്നു. അച്ഛൻ വരുന്നതിന് മുന്നേ ഇറങ്ങി വാ. ഈ വേദാന്തമൊന്നും അപ്പ കാണില്ല, സച്ചിദേവി ഭയപ്പെടുത്തി. ഇല്ല, പഠിക്കാൻ വിട്ടില്ലെങ്കിൽ ഇറങ്ങി വരില്ല. ഇവിടെ തന്നെ ഇരിക്കും ജീവിതം മുഴുവൻ. ഇത് സത്യം. നിമായിക്ക് വാശി. അയൽപ്പക്കക്കാർ മിശ്രാജി വന്നപ്പോൾ കാര്യം ബോധിപ്പിച്ചു. മിശ്ര നിമായിയുടെ പഠിത്തം തുടരാൻ അങ്ങനെ സമ്മതിച്ചു. ഗംഗാദാസ് പണ്ഡിതന്റെ പാഠശാലയുടെ വരാന്ത. ജഗന്നാഥ് മിശ്രയും പിന്നാലെ ഓടിക്കൊണ്ട് നിമായും ധൃതിയിൽ കയറി ചെല്ലുന്നു. ഗംഗാദാസ് പണ്ഡിതൻ അതിഥികളെ സ്വാഗതം ചെയ്യുന്നു. മിശ്രാജി ഇരിക്കുന്നു. മകൻ ഓടിച്ചെന്ന് ഗംഗാദാസ് പണ്ഡിതനെ നമസ്കരിച്ചെഴുന്നേൽക്കുന്നു. ഗംഗാദാസ് പണ്ഡിതൻ അവൻ്റെ തലയിൽ കൈവച്ചു പറഞ്ഞു, മിടുമിടുക്കനാണിവൻ. വിശ്വവിഖ്യാതനാവും. വിശ്വംഭരൻ എന്നല്ലേ പേര്? ഇത് കേട്ടപ്പോൾ ജഗന്നാഥ് മിശ്രയുടെ മുഖം ഭയവും വിഷാദവും മാറിമറിഞ്ഞു. ഇവൻ അത്രയ്ക്ക് വലിയ പണ്ഡിതനായിട്ട് നാടും വീടും വിടണമെന്നില്ല. അതാണ് എൻ്റെ ആഗ്രഹം. വാക്കുകൾ പുറത്തു വന്നത് മിശ്ര അറിഞ്ഞില്ല. ഗംഗാദാസ് പ്രോത്സാഹിപ്പിച്ചു. മിശ്രാജി, അങ്ങ് മഹാഭാഗ്യവാനാണ്. ഇവനെ ഒന്ന് നോക്കൂ. ഇവൻ്റെ ശരീരവടിവും മുഖത്തെ തേജസ്സുമുണ്ടല്ലോ. അത് മുഖലക്ഷണപ്രകാരം പറയുകയാണെങ്കിൽ ദൈവീകതയുടെ പ്രതീകം തന്നെയാണ്. അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ശാസ്ത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ജഗന്നാഥ് മിശ്രയുടെ ഭയം മാറിയില്ല. ഭഗവാന്റെ കാരുണ്യം ഒന്ന് മാത്രം മതി ഞങ്ങൾക്ക് പണ്ഡിറ്റ്ജി. ഞങ്ങൾ ദരിദ്രരായ ബ്രാഹ്മണരാണ്. എല്ലാം ഞങ്ങൾ ഭഗവാനിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ്. ഗംഗാദാസ് പണ്ഡിറ്റ് കാര്യത്തിലേക്ക് കടന്നു. പിന്നെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം. നിമായി അങ്ങയുടെ പാഠശാലയിലാക്കാനായിട്ടുള്ള അഭ്യർത്ഥനയും കൊണ്ടാണ് ഞാൻ വന്നത്.
ഇവൻ പടുവികൃതിയും അന്യരെ സ്വൽപ്പ ദേഹോദ്രവം ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങ് അവനെ ഏറ്റുവാങ്ങുമോ? എങ്കിൽ ഞാൻ ധന്യനായി. ഗംഗാദാസ് പണ്ഡിറ്റിന് ആശ്ചര്യം. ഈ കുട്ടിയെയോ? എൻ്റെ പാഠശാലയിലേക്കോ? ഭഗവാനെ, ഇത്രയും സന്തോഷം എനിക്ക് വേറെയുണ്ടോ? ഞാനാണ് ധന്യനായത്. ജഗന്നാഥ് മിശ്ര തുടർന്നു. അവിടുന്ന് ഇവനെ സ്വന്തം മകനെപ്പോലെ തന്നെ കരുതണം. ഇവൻ അതിസമർത്ഥനാണ്, എനിക്ക് ഉറപ്പുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ശ്രവിച്ചാൽ മതി ഇവന് വാക്കുകളുടെ അർത്ഥം ഓർമ്മ നിൽക്കാൻ. വർഷങ്ങൾ കുറച്ചു കടന്നുപോയി നിമായി ഗംഗാദാസ് പണ്ഡിറ്റിൻ്റെ ശിഷ്യനായിട്ട്. ഗുരുവിൻ്റെ അനുഗ്രഹവും നിമായുടെ ദൈവീകമായ കഴിവുകളും ഒന്നിനൊന്ന് അനുകമ്പനവും പ്രതികമ്പനവുമായിട്ട് മഹത്തായി തീർന്ന ചരിത്രമാണ് പിന്നീട് ഗംഗാദാസ് പണ്ഡിറ്റിൻ്റെ പാഠശാലയുടേത്. അതിൻ്റെ യശസ് നവദ്വീപിൽ മുഴുവൻ പരക്കാൻ തുടങ്ങി. തൻ്റെ ഗുരുവിനെ താൻ വാദത്തിൽ ആദ്യം തോൽപ്പിക്കും, വീണ്ടും ഗുരുവിൻ്റെ വാദം തന്നെ ശരിയാക്കുമാറ് നിമായി പ്രതിവാദം ചെയ്യും. ഇങ്ങനെയുള്ള അപാര ബുദ്ധി നൈപുണ്യവും ദേഹകാന്തിയും കുസൃതിയും ശരീരബലവും ഒക്കെ കൊണ്ട് ആ പാഠശാലയിലെ ഓരോ കുട്ടിക്കും നിമായി പ്രിയങ്കരനായി തീർന്നു. അവർ അവനെ അവരുടെ പ്രിയ നേതാവാക്കി. ഒരിക്കൽ പണ്ഡിറ്റ്ജി കുട്ടികളെയെല്ലാം വിളിച്ചു ഇങ്ങനെ പറഞ്ഞു: ഇന്നു മുതൽ നാം നിമായി ഈ പാഠശാലയിലെ മുഖ്യനായി അവരോധിക്കുന്നു. എല്ലാവരും ആർത്തു വിളിച്ച് ആ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു. ധാരാളം കുട്ടികളുള്ള ആ പാഠശാലയിലെ സമവയസ്കർ നിമായുടെ ഉറ്റമിത്രങ്ങളായി തീർന്നപ്പോൾ മുതിർന്നവർ തർക്കിക്കാനാവാതെ നിമായുടെ വാക്കുകളെ ആദരിച്ചു. എന്തോ അത്ഭുത ചൈതന്യവും ആ ദിവ്യപാലൻ്റെ മുഖത്തെ പുഞ്ചിരിയിലും വാക്കിലും ചേഷ്ടകളിലും അവർ ദർശിക്കുകയും അതിൽ ആനന്ദിച്ച് സ്വയം മറക്കുകയും ചെയ്തു. സതീർത്ഥ്യരുടെ ഹൃദയേശ്വരനായിക്കൊണ്ട് ആ പാഠശാലയിൽ നിമായി തൻ്റെ അനവധി ബാലലീലകൾ പ്രദർശിപ്പിച്ചു. പാഠഭാഗങ്ങൾക്ക് ശേഷം ഗംഗാ നദീതീരം. കുട്ടികൾ: വാ, നമുക്ക് അക്കരെ പോകാം. നിമായിയെ കാണുന്നില്ലല്ലോ. ഒരുവൻ: അതാ ദൂരത്ത് നിമായി ഊളിയിട്ടെത്തിക്കഴിഞ്ഞു. വേഗം നീന്തിൻ, അവനെ പിടിക്കാം നമുക്ക്. അവർ നദിയിലേക്ക് ചാടിയിറങ്ങി. വിശാലമായ ഗംഗയുടെ ഇരുകരകളിലേക്കും കുളിക്കടവുകളിൽ നിമായി ആത്മമിത്രങ്ങളോടൊപ്പം നീന്തിപ്പോയി തൻ്റെ സാന്നിധ്യം കുറിച്ചു പോന്നു. കുളി കഴിഞ്ഞ് ബ്രാഹ്മണരെയും ബ്രാഹ്മണ സ്ത്രീകളെയും മറ്റും അശുദ്ധമാക്കും. ഒരിക്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്നയാൾ നിലവിളിച്ചു: അയ്യോ, ഓടിവരണേ, എന്നെ മുതല പിടിച്ചു. താഴ്ന്നു പോന്ന അയാൾ പെട്ടെന്ന് പൊന്തി വന്ന് വായും കണ്ണും തുറക്കുന്നു. മൂക്കിലെ വെള്ളം ചീറ്റുന്നു. കുറച്ചകലെ പോയി നിമായി ഒന്നും അറിയാത്ത പോലെ മെല്ലെ ജലനിരപ്പിൽ നിന്ന് പൊന്തും. ശുദ്ധി കൂടിയ അഭിമാനികളുടെ ഉടയാടകളിൽ ചെളിവാരി മെഴുകി ഓടിമറയും. അങ്ങനെ കുതിച്ചു ചാടിയും വെള്ളത്തിനടിയിൽ ഊളിയിട്ടും കളിമണ്ണ് മേൽ വെച്ച് തേച്ചും കുളിക്കാൻ വന്ന ആ ബാലവൃദ്ധം ജനങ്ങളുടെ മേലിൽ അതൊക്കെ തെറിപ്പിച്ചും വർണ്ണിക്കാൻ പറ്റാത്ത പല പല വികൃതികൾ കാട്ടിയും അവരുമായി കശപിശ കൂടിയും അതിൽ വിദ്വാൻമാരെ ഒന്നടങ്കം തോൽപ്പിച്ചും കുഴക്കിയും കീഴടക്കിയും കൊണ്ട് നിമായി തൻ്റെ ബാല്യം തകർത്തു. പരിപാവനയായ ഗംഗയുടെ സ്നാനഘട്ടിലെ ആ സുഹൃതികളെ അത്രയും നിമായി തൻ്റെ ദിവ്യ കുസൃതികളാൽ മോഹിതരാക്കി. തങ്ങളുടെ മനസ്സുകൾ ആ ബാലനാൽ നിശേഷം അപഹരിക്കപ്പെട്ടവരായിട്ട് അവർ സന്തുഷ്ടരായി ജീവിച്ചു. ഗംഗാദാസ് വിദ്യാലയം ഇന്നും നവദ്വീപിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ.